മികച്ച തുടക്കം കിട്ടിയിട്ടും തുടരെയുള്ള വിക്കറ്റ് നഷ്ടവും ലോ സ്കോറിങ്ങും ആർത്തിരമ്പുന്ന ഒരു നീലക്കടലിനെ മുഴുവൻ നിശബ്ദമാക്കിയതാണ്. ഹെൻറിക് ക്ലാസൻ എന്ന അതികായൻ്റെ ബാറ്റിൽ നിന്ന് പിറന്ന കൂറ്റനടികൾ കുറച്ച് നിമിഷത്തേക്കെങ്കിലും ഒരു ജനതയുടെ ഹൃദയങ്ങളെ സ്തബ്ധമാക്കിയതുമാണ്. പക്ഷേ ഒരു വശത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവിടെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. എങ്ങനെയാണ് വിരാട് ഞങ്ങൾ ഇന്ത്യക്കാർ നിങ്ങളോട് നന്ദി പറയുക? ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് 4-ാം നമ്പറിലേക്ക് ബാറ്റ് ചെയ്യാൻ അക്ഷർ പട്ടേലിനെ പറഞ്ഞയച്ച ദ്രാവിഡിൻ്റെ തീരുമാനം ദൈവ തീരുമാനമായിരിക്കുമോ? ആയിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ പ്രതിപ്രവർത്തിക്കാൻ സാധിക്കുക? തോറ്റുപോയ കളിയെ എങ്ങനെയാണ് എറിഞ്ഞു തിരിച്ചു പിടിക്കാനാവുക? ചരിത്രത്തിലേക്ക് എങ്ങനെയാണ് പന്തെറിയാൻ കഴിയുക? ബുംറയാണെങ്കിൽ അത് സാധിച്ചിരിക്കും. ബുംറയാണെങ്കിൽ മാത്രം. അവസാന ഓവർ എറിയാനെത്തിയ ഹാർദിക് എറിഞ്ഞിട്ടത് 2020 കിരീടത്തെ തന്നെയാണ്. കളിയാക്കിയവരെ കൊണ്ട് സല്യൂട്ട് അടിപ്പിച്ച കുങ്ഫു പാണ്ഡ്യ ഇതിഹാസത്തിലേക്ക് ചുവടുവെച്ചത് നാം കണ്ടതാണ്. ലോങ് ഓണിലുള്ള സൂര്യ എങ്ങനെയാണ് സ്ട്രെയിറ്റ് ബൗണ്ടറിയുടെ ഒത്ത നടുവിലേക്ക് പറന്നെത്തിയത്? 6 ലൈനിലേക്ക് പതിക്കേണ്ട പന്ത് എങ്ങനെയാണ് കൈപ്പിടിയിൽ ഒതുക്കിയത്? സമ്മർദ്ദത്തിൻ്റെ അത്യുന്നതിയിൽ എങ്ങനെയാണ് അത്തരമൊരു ക്യാച്ച് പൂർണ്ണമാവുക? ഇത്തരം ചോദ്യങ്ങൾ ശബ്ദമുയർത്തുമ്പോൾ നിങ്ങൾ ചിന്ത വിട്ടുണരുക. എന്നിട്ട് ലോക കിരീടത്തെ കാണുക. രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റനെ കാണുക. ലോക കിരീടത്തിനായി മരിക്കാൻ തയ്യാറായ ഒരു പറ്റം അനുചരന്മാരെ കാണുക. കരീബിയൻ കടലും നീലാകാശവും സാക്ഷികളാണ്. ഇന്ത്യ ലോകകപ്പ് ജേതാക്കളായിരിക്കുന്നു. കാത്തിരിഞ്ഞു മുഷിഞ്ഞ ഇന്ത്യക്കാരുടെ ദുഃഖം മറഞ്ഞു പോയിരിക്കുന്നു. വരുംകാല തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു മായാജാലക്കഥ എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ലോകത്തിനു മുന്നിൽ പാറിപ്പറക്കുന്നു. അതിശയോക്തിയും മായാജാലവും കൂട്ടിക്കെട്ടിയ കെട്ടുകഥയല്ലിത്, യാഥാർത്ഥ്യമാണ്. നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ലോകകപ്പ് ജേതാക്കളായിരിക്കുന്നു.